ഹായ് ഓൾ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫൊറിയർ സീരീസ് ആണ്. സോ നെക്സ്റ്റ് സെക്ഷൻ ഫൊറിയർ കൺവേർജൻസ് തിയറം. ഫൊറിയർ സീരീസിലെ പ്രോബ്ലംസ് വരെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഫൊറിയർ കൺവേർജൻസ് തിയറം എന്താ നോക്കാം. സപ്പോസ് ദാറ്റ് എഫ് ആൻഡ് എഫ് ഡാഷ് ആർ പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ ദ ഇന്റർവൽ -l less than or equal to x less than or equal to l. Further, suppose that f is defined outside the interval -l less than or equal to x less than or equal to l, so that it is periodic with a period 2l. Then f has a Fourier series f of x equal to a naught by 2 plus sigma m equal to 1 to infinity a m cos m pi x by l plus b m sin m pi x by l, whose coefficients are given by Euler Fourier formulas. The Fourier series converges to f of x at all points where f is continuous, and to f of x plus f of x minus divided by 2 at all points where f is discontinuous. അതായത് നമുക്ക് ഈ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ഫൊറിയർ കൺവേർജൻസ് തിയറം പറയുന്നത് നമ്മളൊരു ഫംഗ്ഷനും അതിൻ്റെ കൺവേർജൻസും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് നോക്കാം. നമുക്ക് എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. -l ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ് ഈ ഒരു ഇൻ്റർവെല്ലിൽ. ഓക്കെ, എഫ് അതെ പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ ഈ -l പുറത്തുള്ള ഇൻ്റർവെല്ലിലോട്ട് നമ്മളിതിനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വഴി അത് ഈ 12 പീരിയോഡിക്കിലൊക്കെ എന്തായിരിക്കും, പീരിയോഡിക് ആയിരിക്കും. ഓക്കെ, 12 പീരിയഡിൽ അത് പീരിയോഡിക് ആയിട്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എഫിനൊരു ഫൊറിയർ സീരീസ് ഉണ്ടാവും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a naught by 2 പ്ലസ് ഈ ഒരു ടേമിലുള്ള ഒരു ഫൊറിയർ സീരീസ് എഫിന് എക്സിസ്റ്റ് ചെയ്യും. അതിൻ്റെ കോഎഫിഷ്യൻസ് നമുക്ക് ഓയിലർ ഫൊറിയർ ഫോർമുലാസ് വെച്ച് ചെയ്യാൻ പറ്റും. തൊട്ട് മുമ്പ് പറഞ്ഞു എന്താണ് ഓയിലർ ഫൊറിയർ ഫോർമുലാസ് എന്ന് പറയുന്നത്. നമ്മളുടെ കൺവേർജൻസ് തിയറം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും കണ്ടീഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫൊറിയർ സീരീസ് ഈ എഫ് കണ്ടിന്യൂസ് ആവുന്ന എല്ലാ പോയിന്റ്സിലും ഈ ഫൊറിയർ സീരീസ് എഫ് ഓഫ് എക്സിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇനി എഫ് കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ്സിൽ, അതായത് എഫ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സിൽ ഈ ഒരു പോയിന്റിലോട്ടാണ് കൺവേർട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് പ്ലസ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ എക്സിന് ഇട്ട് കൊടുത്താൽ ഇവിടെ നമ്മൾ ആ എക്സിന് പെർട്ടിക്കുലർ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന സീരീസ് എഫ് ഓഫ് എക്സിന് കിട്ടുന്ന വാല്യൂ എന്തോ അതിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി എക്സ് കണ്ടിന്യൂസ് അല്ല, എഫ് കണ്ടിന്യൂസ് ആവാത്തൊരു പോയിന്റിൽ നമ്മൾ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിതാ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് പ്ലസ് ആ പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് പ്ലസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്ന നമ്പർ ഏതാണോ അതിലോട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മുടെ ഫൊറിയർ കൺവേർജൻസ് തിയറം പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഇവിടെ ഒരു റിമാർക്ക് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് ദ പോയിന്റ് എക്സ് ആണ്. അതുപോലെ എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് ദ പോയിന്റ് എക്സ്. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെങ്കിലോ ഈ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഒക്കെ ഈക്വൽ ആയിരിക്കും. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, ചിലപ്പോൾ അത് റൈറ്റ് കണ്ടിന്യൂസ് ആവാം, ലെഫ്റ്റ് കണ്ടിന്യൂസ് ആവാം, അങ്ങനെയും വരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. ഈ ഫൊറിയർ സീരീസ് എങ്ങനെയാണ് ഫൊറിയർ കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം നോക്കാം. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് 0 minus pi less than or equal to x less than or equal to 0, x 0 less than or equal to x less than pi. Assume that the given function is periodically extended outside the interval closed minus pi open pi. Find the Fourier series for the extended function. Also sketch the graph of the function to which the series converges for 3 periods. Then നമുക്ക് പറയേണ്ടത്, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ നമ്മളോട് പറയാണ് -π to π പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും പീരിയോഡിക്കലായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫൊറിയർ സീരീസ്, ഈ എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ തന്നിരിക്കുന്നതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം എന്നും കൂടിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ തന്നിരിക്കുന്ന പ്രോബ്ലം എന്നൊന്ന് നോക്കാം. സൊല്യൂഷൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്ക് എന്താണ് പ്രോബ്ലം തന്നിരിക്കുന്നത്? പീരിയോഡിക്കലി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ഫംഗ്ഷൻ തന്നിരിക്കുന്നത് ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 minus pi less than or equal to x less than 0 and x 0 less than or equal to x less than pi അല്ലേ. അതായത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് 2π ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അതായത് പീരിയോഡിക്കലി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ തന്നിട്ടില്ലേ. സോ നമ്മളുടെ ഫംഗ്ഷൻ ഇതാണ്.
ഇനി നമുക്ക് ഇതിലേക്ക് ഫൊറിയർ കൺവേർജൻസ് തിയറം ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം ക്ലോസ്ഡ് മൈനസ് പൈ ഓപ്പൺ പൈ എന്ന് പറയുന്ന ഇൻ്റർവലാണ് നമുക്കുള്ളത്. നമുക്ക് ഈ ഇൻ്റർവലിനെ 2 സബ് ഇൻ്റർവലായിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുക ചെയ്യുന്നത്. ആദ്യത്തെ സബ് ഇൻ്റർവൽ ഏതാണ്? -π to 0 അല്ലേ? പിന്നത്തെ സബ് ഇൻ്റർവലോ 0 to ക്ലോസ്ഡ് 0 to π. ഇങ്ങനെ നമ്മളുടെ കയ്യിലുള്ള ഈ ഒരു സബ് ഇൻ്റർവലിനെ നമുക്ക് 2 സബ് ഇൻ്റർവൽസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ പാർട്ടീഷൻ ചെയ്തതിൽ നമുക്ക് ആദ്യത്തെ അതായത് ഈ ഒരു സെക്ഷനിൽ നമ്മൾ എഫിൻ്റെ എഫ് ഡാഷിൻ്റെ നേച്ചർ ഒന്ന് നോക്കാം. അതായത് ഇൻ ക്ലോസ്ഡ് -π 0 ഇതിൽ നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണല്ലേ. അപ്പോൾ നമ്മളുടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ് വരിക? അതും 0 ആണ്. അതായത് ഈ ഒരു -π to 0 എന്ന് പറയുന്ന സബ് ഇൻ്റർവലിന് നമുക്ക് പറയാം എഫ് ആൻഡ് എഫ് ഡാഷ് ആർ കണ്ടിന്യൂസ് അല്ലേ? കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് 0π അവസ്ഥ നോക്കാം. 0πയിൽ എന്താണ്? അപ്പോൾ ഇൻ ക്ലോസ്ഡ് 0 ഓപ്പൺ പൈയിൽ എന്താ കാര്യം? ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ആണല്ലോ തന്നിരിക്കുന്നത്. ഇവിടെ എക്സ് അല്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ വരിക? അപ്പം 1 ആണ് വരിക. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് പറയാം? എഫ് ആൻഡ് എഫ് ഡാഷ് ആർ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അത് 2 കണ്ടിന്യൂസ് ആണ്. ഫംഗ്ഷൻ ഈക്വൽ ഒന്നുമല്ല, പക്ഷെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? കണ്ടിന്യൂസ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ -π to 0യിൽ എഫ് കണ്ടിന്യൂസ് ആണ്, 0 to πയിലും എഫ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഈക്വൽ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ? പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്ന് പറയാം അല്ലേ? അപ്പം നമുക്ക് പറയാം ഇൻ -π to π നമുക്ക് എന്ത് കിട്ടി? എഫും എഫ് ഡാഷും പീസ് വൈസ് കണ്ടിന്യൂസ് ആണ് ഓൺ -π നമുക്ക് തന്നിട്ടുണ്ട്. അസ്യൂം ദിസ് ഫംഗ്ഷൻ ഈസ് periodically extend outside the interval -π to p. Then by convergence theorem നമുക്ക് എന്ത് പറയാം? f has a Fourier series and this Fourier series converges to f of x. Okay, നമുക്ക് പറയാം hence by Fourier convergence theorem f has a Fourier series. f has a Fourier series and it converges to f of x at all points when f is continuous and 2. അതായത് കണ്ടിന്യൂസ് ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്കും ആൻഡ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ഡിവൈഡഡ് ബൈ 2 at all points when f is discontinuous. At all points when f is discontinuous. Okay, അതായത് നമുക്ക് ഇത്രേ പറഞ്ഞുള്ളൂ. നമ്മുടെ കയ്യിലുള്ള കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് പറയാം എഫ് എന്ന് പറയുന്നത് പീരിയോഡിക്കലി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പം എഫും എഫ് ഡാഷും പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺവേർജൻസ് തിയറം അനുസരിച്ച് പറയാം എഫിന് ഒരു ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ട്. ആ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സിലും എഫ് ഓഫ് എക്സിന് അതായത് എഫിൻ്റെ ആ വാല്യൂസിലൊക്കെ തന്നെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സ് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എഫ് പീരിയോഡിക് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഫൊറിയർ സീരീസിന് ഏതായിരിക്കും ഫോം ഉണ്ടാവുക? ഹിയർ എഫ് ഈസ് പീരിയോഡിക് വിത്ത് പീരിയഡ് 2π. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Fourier series has the form f of x equal to നമ്മുടെ Fourier സീരീസിന്റെ ഫോം എന്തായിരുന്നു? a0/2 plus sigma m equal to 1 to infinity am cos m pi x by l ആണ്. Fourier series has the form a0/2 plus sigma m equal to 1 to infinity am cos m pi x by l plus dm sin m pi x by l. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പീരീഡ് എന്താണ്? നമ്മളുടെ പീരീഡ് പൈ ആണല്ലേ അല്ലേ? നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് 2π എന്ന് പറയുന്ന പീരീഡിൽ എൽ എന്താണ് വരിക? ഹിയർ എൽ ഈക്വൽ ടു 2 ആണ് വരിക.
അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? എ നോട്ട് സീരീസ് എന്തായിട്ട് മാറും? സിഗ്മ എം ഈക്വൽ ടു 1 to infinity എ എം കോസ് എം പൈ, ഇവിടെ കൊടുത്താൽ പൈയും പൈയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് എം എക്സ് പ്ലസ് ബി എം സൈൻ എം എക്സ് എന്നാവും. നമ്മൾ എന്ത് ചെയ്യണം? എ നോട്ടും എ എമ്മും ബി എമ്മും കണ്ടുപിടിക്കണം, എന്നിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് കോഎഫിഷ്യൻസിനെ ഓയിലർ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഓയിലർ ഫോർമുലാസ് എന്തായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓയിലർ ഫോർമുലാസിൽ നമുക്ക് എ നോട്ട് എന്താ നോക്കാം. എ നോട്ട് ഈക്വൽ ടു 1/L ഇൻറ്റു ഇൻ്റഗ്രൽ -L to L എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇപ്പോൾ ഇവിടെ എന്താ വരിക? 1/π ഇൻ്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്കിവിടെ -π to π സ്പ്ലിറ്റ് ചെയ്താണ് തന്നിരിക്കുന്നത്. സോ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π to 0 -π to 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ 0 ആണ്, പ്ലസ് ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് വരും. ഓക്കെ, എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത് 1/π ഇൻറ്റു x²/2 0 to π ദറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇവിടെ നമുക്ക് എന്താ വരിക? π²/2. നമുക്ക് ആൻസർ കിട്ടുന്നത് π/2 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എ എം എന്താ നോക്കാം. എ എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർമ്മയുണ്ടോ? എ എം ഈക്വൽ ടു 1/L ഇൻറ്റു ഇൻ്റഗ്രൽ -L to L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എം പൈ x/L ഡി എക്സ്. ഓക്കെ, ഇവിടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. അപ്പോൾ 1/π ഇവിടെ നമുക്ക് 0 to πയും -π to 0യും 0 to πയുമാണ് വരിക. -π to 0യിൽ 0 ആണ് വാല്യൂ വരുന്നത്. സോ ഞാനിതിൽ π to 0 മാത്രമേ കൊടുക്കുന്നുള്ളൂ. 0 to π 0 to π എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അപ്പോൾ എക്സ് ആണ്. കോസ് എം പൈ x/L ഡി എക്സ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം അല്ലേ? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ്. അപ്പോൾ നമുക്ക് സൈൻ ഇവിടെ ഒരു കാര്യം കൂടി വിട്ടുപോയിട്ടുണ്ട്, അതോട് ചെയ്തിട്ട് നമുക്ക് പോവാം. ഇവിടെ നമുക്ക് ഈ ലിമിറ്റ് ഒരിടത്ത് മാത്രമേ മാറ്റി കൊടുത്തുള്ളൂ. 0 to π എക്സ് കോസ് എൽ എന്ന് പറഞ്ഞാൽ എന്താ? പൈ ആണ്. സോ പൈയും പൈയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്ത് വരും? കോസ് എം എക്സ് എന്ന് വരും. കോസ് എം എക്സ് ഡി എക്സ്. ഓക്കെ, സോറി വിട്ടുപോയതാണേ. ഇറ്റ്സ് ഈക്വൽ ടു 1/π. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് സൈൻ എം എക്സ് ഡിവൈഡഡ് ബൈ എം. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കാം. 0 to π മൈനസ് ഇൻ്റഗ്രേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ്. അപ്പോൾ ഇവിടെ അഗെയിൻ സൈൻ എം എക്സ് ഡിവൈഡഡ് ബൈ എം ഡി എക്സ് എന്ന് വരും. 0 to π. ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ 1/π. ഇവിടെ നോക്കിയാൽ നിങ്ങൾ പൈയുടെ വാല്യൂസ് ആണല്ലേ വരുന്നത്. അതായത് പൈൻ്റെ മൾട്ടിപ്പിൾ സൈനാണ്, സൈനിൽ പൈയുടെ മൾട്ടിപ്പിൾസ് ആണ് വരുന്നത്. എക്സ് കൊടുക്കുമ്പോൾ എക്സിന് പൈ വാല്യൂ കൊടുക്കുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് സൈനിൽ പൈയുടെ മൾട്ടിപ്പിൾ വരും. അത് 0 ആണ്. 0 കൊടുക്കുമ്പോഴും 0 ആയിപ്പോയി. ഇത് കംപ്ലീറ്റ് ആയിട്ട് 0 ആണ്. മൈനസ് ഇനി ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ് വരിക? സൈൻ എം എക്സ് ഡിവൈഡഡ് ബൈ എം. അപ്പോൾ മൈനസ് കോസ് എം എക്സ് എന്ന് വരും. ദറ്റ് ഈസ് കോസ് എം എക്സ് ഡിവൈഡഡ് ബൈ എം സ്ക്വയർ. ഓക്കെ, 0 to π. ഇവിടെ നമുക്ക് കൊടുത്തു നോക്കാം. 1/π ഇൻറ്റു ഈ എം സ്ക്വയറും കൂടെ പുറത്തെടുത്തു. അങ്ങനെയാണെങ്കിൽ 1/m² π ഇൻറ്റു ഇവിടെ നമുക്ക് വരുന്നത് കോസ് എം പൈ മൈനസ് കോസ് 0, അത് 1 ആണ്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? എ എം എന്ന് പറഞ്ഞിട്ട് എ എം ഈക്വൽ ടു 1/m² π ഇൻറ്റു കോസ് എം പൈ എന്തായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ട് മുമ്പ്, -1m -1. പിന്നെ നമുക്കൊന്നും കൂടെ നല്ല വൃത്തിക്ക് എഴുതാം, അല്ലെങ്കിൽ ആ സീരീസിൽ കൊടുക്കുമ്പോൾ എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനിവേ ഞാൻ എഴുതി വെക്കുകയാണ്. എ എം ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എം ഈവൻ ആകുമ്പോഴും ഓഡാകുമ്പോഴും എന്താണ്? എം ഈവൻ ആകുമ്പം നമുക്കിത് 0 ആയിപ്പോവും അല്ലേ? 2 വരുമ്പോൾ 1 - 1 0 ആയിപ്പോവും. എം ഓഡാകുമ്പോഴെന്താ കിട്ടുക? എം ഓഡാകുമ്പോൾ നമുക്ക് ഇത് -1 വരും. -1 - 1 -2 വരും അല്ലേ? ഓൾവേസ് -2
ഡിവൈഡഡ് ബൈ എം സ്ക്വയർ പൈ എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ എ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബി എം കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ബി എം കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ബി എമ്മിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ബി എം ഈക്വൽ ടു 1/L ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എം പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒക്കെ കൊടുക്കാം. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. 1/π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കൊടുക്കുക. അപ്പം 0 ആണ് ഫസ്റ്റ് വാല്യൂ. പിന്നെ സെക്കൻഡ് വാല്യൂ മുതൽ കൊടുക്കുന്നു 0 to π. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണ്. ഇവിടെ സൈൻ എം പൈ എക്സിൽ എല്ലിന് പകരം പൈ കൊടുത്തു കഴിഞ്ഞാൽ എം എക്സ് ആവും. എം എക്സ് ഡി എക്സ്. ഇതിന് ഇനി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് minus integration of derivative of first into integration of second. Okay. ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഈ 1/π എല്ലാത്തിനും ബാധകമാണ്. is equal to 1/π into ഇവിടെ നമുക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇവിടെ ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാം? പൈ, അതായത് ഒരു മൈനസ് പുറത്തുണ്ട്. മൈനസ് പൈ കോസ് എം പൈ മൈനസ് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ആയിപ്പോയി അല്ലേ, ഡിവൈഡഡ് ബൈ എം. ഓക്കെ, ഇവിടെ മൈനസ് കൂടെ പ്ലസ് ആയി. പിന്നെ കോസിൻ്റെ എന്താണ്? സൈൻ എം എക്സ് ബൈ എം സ്ക്വയർ ടു 0 to π. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ കിട്ടാം? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു കോസ് എം പൈയുടെ വാല്യൂ -1/m വരും അല്ലേ. അപ്പം ഓൾറെഡി ഒരു മൈനസ് ഔട്ട് സൈഡിൽ നിന്ന് പറഞ്ഞു. -1/m പൈ ഡിവൈഡഡ് ബൈ എം. ഇവിടെ നോക്കി സൈൻ എം എക്സ് പൈ കൊടുക്കുമ്പം സൈനിൻ്റെ പൈയുടെ മൾട്ടിപ്പിൾ വരും 0 ആയി പോയി. 0 കൊടുത്തപ്പോഴും 0 തന്നെ ആവാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ആൻസർ. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഒരു അഭംഗിയല്ലേ. അപ്പോൾ നമുക്കതിന് ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഭംഗിയുള്ളതാക്കാം. 1/π ഇൻറ്റു -1/m + 1 എന്ന് എഴുതാമല്ലോ. നമുക്ക് ഈ മൈനസിനെയും കൂടി ഇതിനോട് അഡ്ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഒരു പൈയും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി കഴിയുകയും ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും? ഇതൊന്നും വേണ്ട, ഇവിടെ എഴുതാം. -1/m + 1 ഡിവൈഡഡ് ബൈ എം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? എ എം കിട്ടി, ബി എം കിട്ടി, എ നോട്ട് കിട്ടി അല്ലേ. പിന്നെ നമുക്ക് ആ ഇക്വേഷനിൽ നമ്മൾ ഇതിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ്ട് ഈ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമ്മളിത് എ നോട്ടും എ എമ്മും ബി എമ്മും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫൊറിയർ സീരീസ് കിട്ടി. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൊറിയർ സീരീസ് കിട്ടും. ഫൊറിയർ സീരീസ് എഫ് ഓഫ് എക്സിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വി ഒബ്റ്റെയിൻ the Fourier series for f is as follows. ഇങ്ങനെ പറയാം നമുക്ക്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്കിതായിരുന്നു a0/2 പ്ലസ് സിഗ്മ എം ഈക്വൽ ടു 1 to ∞ am cos mx പ്ലസ് dm sin mx എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ a0 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. a0 എന്താണ്? a0 നമുക്ക് കിട്ടിയത് π/2 എന്നായിരുന്നു. അപ്പോൾ നമുക്ക് π/2 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് π/4 വരും. പ്ലസ് സിഗ്മ എം ഈക്വൽ ടു 1 to ∞. അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓടും ഈവനൊക്കെ മാറ്റി എഴുതിയത്. അപ്പോൾ അതിന് മുമ്പ് കിട്ടുന്നത് എന്താണോ അത് എഴുതാം. അതായിരിക്കും കുറച്ചുകൂടി ഒരു സുഖമുള്ളത്. ഇവിടെ പോയി ഇത് ഈ എ എം നമ്മളവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമുക്കവിടെ എന്താ വരിക? എ എം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -1/m -1 ഡിവൈഡഡ് ബൈ m സ്ക്വയർ പൈ m സ്ക്വയർ. ഓക്കെ, കോസ് എം എക്സ് പ്ലസ് ഇപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? -1/m + 1 ഡിവൈഡഡ് ബൈ m
സൈൻ എം എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോറിയർ സീരീസ്. നമുക്ക് ഇതിനെ ഒന്നും കൂടെ ശരിയാക്കി എഴുതാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? π/4. ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കാം. പ്ലസ് എക്സ്പാൻഡ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. പിന്നെ ഇതിനേക്കാളും സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു രൂപമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒന്നുകൂടെ റെഡിയാക്കി എഴുതുന്നത്. അപ്പോൾ നമുക്കിവിടെ m=1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ -2 ഡിവൈഡഡ് ബൈ π കോസ് എക്സ്. അതുപോലെ അടുത്ത ടേമിൽ അത് 0 ആയിപ്പോവും. പിന്നെ അതിൻ്റെ അടുത്ത ടേമിൽ അത് പ്ലസ് -2 ഡിവൈഡഡ് ബൈ π 3² കോസ് 3x പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ടേംസ് കൊടുക്കും, അതായത് ഇതിൽ നമ്മൾ സൈനിൽ കൊടുക്കുമ്പം -1 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ -1 m=1 to ഇൻഫിനിറ്റിയിൽ -1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? അല്ല സോറി, m=1 കൊടുത്തു കഴിഞ്ഞാൽ -1 ദ ഹോൾ സ്ക്വയർ എന്നാവും അല്ലേ. അപ്പോൾ 1/1 സൈൻ എം എക്സ് എന്നാവും. അപ്പം നമുക്കിത് സൈൻ എക്സ് എന്നാവും. 1 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് 2 കൊടുത്തു കഴിഞ്ഞാൽ അതപ്പം മൈനസ് ആവും, 1/2 ആവും സൈൻ 2x. സൈൻ 2x അടുത്തതിൽ പ്ലസ് ആവും, പ്ലസ് 1/3 സൈൻ 3x. ഇങ്ങനെ പ്ലസ് മൈനസ് ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്നും കൂടെ മാറ്റി എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് എല്ലാത്തിനും ഒരു മൈനസിനെ ഔട്ട്സൈഡ് എടുത്തിട്ട് പുറത്തെടുത്ത് എഴുതാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു കോമൺ ആയിട്ടൊരു ജനറൽ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് നമുക്ക് നോക്കാം. ഇവിടെ π/4, ഇവിടെ ഒരു മൈനസിനെ ഞാൻ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് 2/π cos x മൈനസ് 2/3² π cos 3x പ്ലസ് എക്സെട്ര. സോറി, ഇത് പ്ലസ് ആവും കേട്ടോ. മൈനസിന് എല്ലാത്തിനും ഔട്ട്സൈഡ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പ്ലസ്സും മൈനസും ഒന്നും ചേഞ്ച് ആവും. അപ്പം പ്ലസ് ഉള്ളത് മൈനസ് ആവും, മൈനസ് ഉള്ളത് പ്ലസ് ആവും. അങ്ങനെ അപ്പോൾ ഇവിടെ മൈനസ് സൈൻ എക്സ് വരും ആദ്യത്തത്. പിന്നെ പ്ലസ് ഹാഫ് സൈൻ 2x എന്ന് വരും. പിന്നെ മൈനസ് 1/3 സൈൻ 3x എന്ന് വരും. ഇങ്ങനെ പോകും. ഓക്കെ, ഇതിനൊന്നുകൂടെ നന്നായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്. π/4 മൈനസ് സിഗ്മ n=1 to ഇൻഫിനിറ്റി. നമുക്ക് ഇതെല്ലാം ഓടല്ലേ വരുന്നത്, താഴെ ഓഡ് മൾട്ടിപ്പിൾസ് ആണ്, അതായത് കോസിൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് ആണ് വരുന്നത്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ നമുക്കിതിനെ 2n-1 എഴുതാം, ദ ഹോൾ സ്ക്വയർ കോസ് ഓഫ് 2n-1 x എന്ന് എഴുതാം. പ്ലസ് അതുപോലെ തന്നെ ഇവിടെ പ്ലസ് മൈനസ് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നുണ്ട്, -1n. അതുപോലെ തന്നെ ഇത് 1, 2, 3 എന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പം ഇവിടെ n എന്ന് കൊടുക്കാം നമുക്ക് ജനറലി. ഇവിടെ നമുക്ക് സൈൻ എൻ എക്സ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫോറിയർ സീരീസിൻ്റെ. ഓക്കെ, ഇപ്പം നമുക്കിതിൻ്റെ ഗ്രാഫും കൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫ് നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. അതായത് ഇതിൻ്റെ സ്ലാൻഡൊക്കെ കറക്റ്റ് തന്നെ വേണം. അപ്പോൾ ഞാൻ വരച്ചതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പം 0 to π, അതായത് ഇവിടെ -π to ഇതിലാണ് നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ. ഇതാണ് നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത്. -π to πയിൽ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പീസ് വൈസ് ഓരോ ഇൻ്റർവെൽ അത് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. സോ ഇതാണ് നമ്മൾ ഗ്രാഫ് വരാം. ഓക്കെ, പീരിയോഡിക് ആണ്. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്. കൺസിഡർ ഫംഗ്ഷൻ f of x equal to 0 minus l less than x less than 0 l 0 less than x less than l. Assume that the given function is periodically extended outside the interval -l l. ഓപ്പൺ ആണ്. Find the Fourier series for the extended function. രണ്ടാമത്തത് sketch the graph of the function to which the series converges for 3 periods. മൂന്നാമത്തത് from the above series deduce that π/4 equal to sigma n equal to 0 to infinity -1 power n divided by 2n plus 1. ഒന്നുമില്ല, നമുക്ക് തന്നിരിക്കുന്ന നേരത്തെ പ്രോബ്ലം പോലെ തന്നെയാണ്. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f of x എന്ന് പറയുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് അത് ഈ ഒരു തന്നിരിക്കുന്ന ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻ്റർവെലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, പീരിയോഡിക്കലി ആയിട്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കണം, അത് കൺവേർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അതുപോലെ തന്നെ ഈ ഒരു സീരീസിൽ നിന്നും നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ ഡെഡ്യൂസ് ചെയ്തെടുക്കുക വേണം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നമുക്ക് നോക്കാം സൊല്യൂഷൻ.
സൊല്യൂഷൻ നോക്കാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒന്ന് നോക്കാം. ദ പീരിയോഡിക്കലി എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ ഈസ്, നമുക്ക് തന്നിട്ടുള്ളത് ദ പീരിയോഡിക്കലി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ്. സോ നമ്മൾ എഴുതാണ് ദ പീരിയോഡിക്കലി എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ ഈസ് എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് തന്ന ഫംഗ്ഷൻ എന്താണ്, 0 ആൻഡ് എൽ അല്ലേ, 0യും എൽ, മൈനസ് എൽ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. അതുപോലെ തന്നെ ഇവിടെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പീരീഡ് എന്താണ് വരിക, എഫ് ഓഫ് എക്സ് പ്ലസ് 2l ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ശരിക്കും മൈനസ് എൽ എന്ന് പറയുന്ന ഇൻ്റർവെലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. മൈനസ് എൽ എന്ന് പറയുന്ന ഇൻ്റർവെലിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് 2 ഇൻ്റർവെലായിട്ട്. നമുക്കിവിടെ നമ്മളുടെ തിയറത്തിലുള്ളതുപോലെ തന്നെ യൂസ് ചെയ്യാം. തിയറത്തിലുള്ളതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മൈനസ് എൽ ടു എൽ എന്ന് പറയുന്ന ക്ലോസ്ഡ് ആണ് ഇവിടെ. ഓക്കെ, ഈ ഇൻ്റർവെലിനെ പാർട്ടീഷൻഡ് ഇൻ ടു 2 സബ് ഇൻ്റർവെൽസ് മൈനസ് എൽ എൽ, ഇത് ഓപ്പൺ ആണ്, ആൻഡ് സോറി മൈനസ് എൽ 0 ആൻഡ് 0l. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ തിയറത്തിലുള്ള പോലെ തന്നെ യൂസ് ചെയ്തിരിക്കുകയാണ്. ക്ലോസ്ഡ് മൈനസ് എൽ എന്ന് പറയുന്ന ഇൻ്റർവെലിനെ നമ്മൾ 2 സബ് ഇൻ്റർവെൽസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സബ് ഇൻ്റർവെൽ മൈനസ് എൽ ടു 0 ആണ്, രണ്ടാമത്തത് 0 ടു എൽ ആണ്. ഓക്കെ, ഇനി ഓരോന്നിലും നമുക്ക് എന്താണ് എഫിൻ്റെ കണ്ടീഷൻ നോക്കാം. മൈനസ് എൽ ടു 0ൽ എന്താ, ഓപ്പൺ മൈനസ് എൽ ടു 0ൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 ആണല്ലേ. എഫ് ഡാഷ് ഓഫ് എക്സ് ആവും 0 തന്നെ, അതായത് രണ്ടും എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ക്ലിയർലി ബോത്ത് എഫ് ആൻഡ് എഫ് ഡാഷ് ആർ കണ്ടിന്യൂസ്. ഇനി നമുക്ക് അടുത്ത ഇൻ്റർവെൽ ഏതാ, ഇൻ 0l. അവിടെ നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എൽ ആണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, കാരണം കോൺസ്റ്റൻ്റ് ആണ് വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ് വരിക, എഫ് ഡാഷ് ഓഫ് എക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ് വരിക. അപ്പോൾ ഇവിടെ ഈ ഒരു ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്, ഈ ഒരു ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ക്ലിയർലി ബോത്ത് എഫ് ആൻഡ് എഫ് ഡാഷ് ആർ കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, അപ്പം ബോത്ത് വിച്ച് ഇംപ്ലൈസ് ബോത്ത് എഫ് ആൻഡ് എഫ് ഡാഷ് ആർ piecewise continuous on closed minus L open L. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം നമ്മളുടെ കൺവേർജൻസ് തിയറത്തിലെ അസംഷനൊക്കെ ആയി. എഫ് എഫ് ഡാഷും പീസ്വൈസ് കണ്ടിന്യൂസ് ആണ് ഓൺ ക്ലോസ്ഡ് മൈനസ് എൽ ടു എൽ. അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് എഫ് എന്ന് പറയുന്നതിനെ പീരിയോഡിക്കലി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബൈ കൺവേർജൻസ് തിയറം f has a Fourier series. F has a Fourier series and the Fourier series converges to f of x, and this Fourier series converges to f of x at all points when f is continuous. At all points when f is continuous. And converges to f of x plus f of x minus divided by 2 when f is discontinuous. ഓക്കെ, നമ്മൾ ഫൊറിയർ സീരീസ് അനുസരിച്ചുള്ള കണ്ടീഷൻസ് എഴുതി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ആ ഫൊറിയർ സീരീസ് എന്താണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് അതാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൊറിയർ സീരീസ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കിവിടെ എഫ് എന്ന് പറയുന്നത് എന്താണ്, പീരിയോഡിക് ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫൊറിയർ സീരീസ് ഓഫ് ദി ഗിവൻ ഫംഗ്ഷൻ ഹാസ് ഓഫ് ദ ഫോം എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity am cos m pi x by l plus bm sin m pi x by l.
ഓക്കെ, ഇവിടെ നമുക്കപ്പം എ എമ്മും എ നോട്ടും ബി എമ്മും കണ്ടുപിടിക്കണം. അതിന് ഓയിലർ ഫൊറിയർ ഫോർമുലാസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കത് യൂസ് ചെയ്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. ഓയിലർ ഫൊറിയർ ഫോർമുലാസ് ടു ഫൈൻഡ് എന്താണ് ഫസ്റ്റ് എ നോട്ട് ഈക്വൽ ടു എന്താണ് നമ്മുടെ എ നോട്ടിൻ്റെ ഇക്വേഷൻ 1/L × ഇൻ്റഗ്രൽ -L to L f(x) dx അല്ലേ. അപ്പോൾ നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. 1/L × ഇവിടെ -L to 0യും 0 to L ആക്കണം. അപ്പം ഈ ഒരു ഫംഗ്ഷനിൽ ഞാൻ എഴുതാം, ഇനി ഞാൻ എഴുതില്ല. -L to 0, അവിടെ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ 0 തന്നെയാണ്. dx പ്ലസ് ഇവിടെ 0 to L, ഇവിടെ നമുക്ക് ഫംഗ്ഷൻ വാല്യൂ വരുന്നത് L ആണ്, dx. അപ്പോൾ നമുക്കിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? L x എന്ന് വരും. എക്സിന് നമ്മൾ 0 to L കൊടുക്കാം. ഒരു 1/L പുറത്തുണ്ട്. അപ്പോൾ ഇതും ശരിക്കും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് ആൻസർ കിട്ടുന്നത് L. എ നോട്ട് നമുക്ക് L തന്നെയാണ് കിട്ടിയത്. നമുക്കിനി എ എം എന്താ നോക്കാം. എ എം ഈക്വൽ ടു 1/L × ഇൻ്റഗ്രൽ -L to L f(x) × sin mπx/L dx. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് L തന്നെയാണ് തന്നിട്ടുള്ളത്. L ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ -L to L നമ്മൾ -L to 0 എന്നും 0 to L എന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പം അതിൽ -L to 0യിൽ f(x) 0 തന്നെയാണ്. അപ്പോൾ ഞാൻ ആ ടേം ഇനി എഴുതുന്നില്ല. 1/L × പിന്നെ എഴുതുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളത് മാത്രം നോക്കാം നമുക്ക്. അപ്പോൾ ഇനി വരുന്നത് 0 to L f(x)ൻ്റെ വാല്യൂ L ആണ് വരിക. sin mπx/L dx. ഇവിടെ നമുക്ക് മാറ്റാനൊന്നുമില്ല, കാരണം L തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്ന പീരീഡും. അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂസ് വരുന്നത് എന്താ നോക്കാം. ഇവിടെ L ക്യാൻസൽ ചെയ്ത് പോകും. സോ sin mπx/Lൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -cos mπx/L ഡിവൈഡഡ് ബൈ mπ/L ഇൻ്റഗ്രൽ 0 to L. നമുക്കിവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് L/mπ ഇവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ L തന്നെ കൊടുക്കുമ്പം L ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ മൈനസിനെ ഞാൻ പുറത്തെടുക്കുന്നുണ്ട്. cos mπ cos 0, ദാറ്റ് ഈസ് cos 0 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. L × ഈ മൈനസിനുള്ളിലേ എടുത്തു. അപ്പോൾ 1 - -1 the whole power. അതായത് cos mπ-നെ നമുക്കിങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ mπ. ദിസ് ഈസ് അവർ എ എം. ഓക്കെ, നമുക്ക് എ എം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ബി എം എന്താണെന്ന് കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ബി എം ആണല്ലേ. സോറി, ഞാൻ എഴുതിയത് തിരിഞ്ഞു പോയതാണേ. ബി എമ്മിൻ്റെ ഇക്വേഷനാണ് സോറി, സൈൻ അല്ലേ ഇട്ടിരിക്കുന്നത്. നമുക്ക് എ എം കണ്ടുപിടിക്കാം. എ എം ഈക്വൽ ടു 1/L × ഇൻ്റഗ്രൽ -L to L f(x) × ഇവിടെയാണ് നമ്മൾ കോസ് അല്ലേ വരിക, നേരത്തെ എഴുതിയത് തിരിഞ്ഞു വരാം. cos mπx/L dx. അപ്പോൾ നമുക്കിവിടെ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ വരിക? ഇവിടെ ഞാൻ -L to 0യിൽ കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് 1/L × ഇൻ്റഗ്രൽ 0 to L cos mπx/L dx. ഇവിടെ L ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി കോസിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് sin mπx/L ഡിവൈഡഡ് ബൈ mπ/L എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 0 to L ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, L/mπ. ഇവിടെ നോക്കി 0 to L കൊടുത്തു കഴിഞ്ഞാൽ L ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ പൈയുടെ മൾട്ടിപ്പിൾ അല്ലേ സൈൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ 0 ആയിപ്പോയി. അപ്പോൾ 0, പിന്നെ sin 0 കൊടുത്താലും 0. അപ്പോൾ ഇതിൻ്റെ മൊത്തം വാല്യൂ 0 ആണ് വരിക. സോ എ എം 0 ആണെന്ന് കിട്ടി. എ നോട്ട് എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബി എമ്മും നമുക്കറിയാം. അപ്പോൾ നമ്മളുടെ f(x) എന്തായിരുന്നു? f(x) ഈക്വൽ ടു a0/2 പ്ലസ് sigma m equal to 1 to infinity am cos mπx/L plus bm sin mπx/L അല്ലേ. അപ്പോൾ നമുക്കിതിനെ എന്താ കിട്ടുക? നമുക്ക്
a0/2 a0 എന്താ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചപ്പം നമുക്ക് L ആണ് കിട്ടിയത്. സോ L/2 പ്ലസ് സിഗ്മ m ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. am നമുക്ക് 0 ആണ് കിട്ടിയത്, സോ അത് എഴുതുന്നില്ല. പിന്നെ ബി എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് L ഇൻറ്റു 1 മൈനസ് -1 ദ ഹോൾ പവർ m ഡിവൈഡഡ് ബൈ m പൈ സൈൻ m പൈ x/L. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോറിയർ സീരീസിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി വെക്കാം. ജസ്റ്റ് ഒന്ന് എന്താണ് ഈ -1 ഒക്കെ വരുമ്പോൾ ഉള്ള അതൊരു വൃത്തിയിൽ എഴുതി വെക്കാം. പ്ലസ് സിഗ്മ വേണ്ട. അപ്പോൾ നമുക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടാം? 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ആവും അല്ലേ, -2 ആവും. അപ്പോൾ നമുക്ക് -2 L ഡിവൈഡഡ് ബൈ m പൈ സൈൻ പറഞ്ഞിട്ട് പോസ് എഴുതുന്നു. സൈൻ പൈ എക്സ്, എമ്മിന് 1 കൊടുത്തു, പൈ എക്സ് ബൈ L. ഓക്കെ, ഇവിടെ അടുത്തതിൽ +0 ആയി പോകും അല്ലേ. അതിൻ്റെ അടുത്ത വാല്യൂവിൽ നമുക്ക് എന്ത് വരും? ഇവിടെ 2 തന്നെ വരും. 2L ബൈ ഇവിടെ എമ്മിന് പകരം 1 കൊടുത്തിട്ടുണ്ട്. ഫുള്ള് മിസ്റ്റേക്ക് ആണല്ലോ. എന്താ 2L ബൈ 3 പൈ. അടുത്ത വരുന്നത് സൈൻ 3 പൈ x/L. അടുത്തതിൽ +0 മൈനസ് അങ്ങനെ പോകും. ഒന്ന് വൃത്തിയിൽ എഴുതാം. അപ്പോൾ കുറേ നേരമല്ലേ വൃത്തിയിൽ എഴുതുന്നു. L/2 പ്ലസ് 2L ബൈ പൈന് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ബാക്കിയുള്ളത് സൈൻ പൈ x/L പ്ലസ് 1/3 ഇൻറ്റു സൈൻ 3 പൈ x/L പ്ലസ് അടുത്ത 1/5 എന്ന് പറഞ്ഞ ടേം വരും. അങ്ങനെ പോകും. ദിസ് ഇസ് ദ ആൻസർ. ഫോറിയർ സീരീസ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്രാഫ് വരയ്ക്കാനാണ്. ഗ്രാഫ് വരയ്ക്കാൻ ഞാൻ വരയ്ക്കുന്നില്ല, നിങ്ങൾ ചെയ്തോളൂ. കാരണം അത് സിമ്പിളാണ്. ഗ്രാഫ് എന്താണ്, ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ പോലെയാണ് ഗ്രാഫ് വരിക. അത് -L to 0. നിങ്ങൾ ജസ്റ്റ് ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഇവിടെ നമ്മൾ -L, ഇവിടെ 0, ഇവിടെ L. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ ഗ്രാഫ്. നമുക്ക് ഇതിവിടെ വരും, ഇവിടെ ഒരു ഫംഗ്ഷൻ വാല്യൂ വരും. അതുപോലെ തന്നെ L എന്ന് പറയുന്ന വാല്യൂവിൽ നമുക്കൊന്ന് വരും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ L to 2L വരുമ്പോൾ അടുത്തത് വരും. 2L വരുമ്പോൾ പിന്നെ 2L മുതൽ 3L വരെ നമുക്കൊന്ന് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലോട്ട് പോകും. ഇതാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് നമ്മളോട് ഒരു ഡെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്രഷൻ. അപ്പോൾ നമുക്കിവിടെ നമ്മളെടുത്ത് ഡെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. ഫ്രം ദ എബോവ് സീരീസ് ഡെഡ്യൂസ് ദാറ്റ് π/4 ഈക്വൽ ടു 1 മൈനസ് 1/3 പ്ലസ് 1/5 മൈനസ് 1/7 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് കണ്ടിന്യൂസ് അല്ല, പീസ് വൈസ് കണ്ടിന്യൂസ് ആവുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നോക്കാം. ഓക്കെ, ഗ്രാഫ് വരച്ച കാര്യം. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് ഇവിടെ 0 to L എന്ന് പറയുന്ന പോയിന്റിലെ ഈ ഒരു L എന്ന് പറയുന്ന പോയിന്റിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. 0 എന്ന് പറയുന്ന പോയിന്റിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം നമ്മളിവിടെ വരച്ചു, പിന്നെ നമ്മൾ ഒരു കണ്ടിന്യൂറ്റി ലോസ് ആവുന്നുണ്ട്, എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പോയിന്റ് എടുക്കാം. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സിലേക്കെല്ലാം കൺവേർജ് ചെയ്യുന്നതാണ്. അതുപോലെ കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ്സിലോട്ട് LHLൻ്റെയും RHLൻ്റെയും ആവറേജ് ഫംഗ്ഷനിലോട്ട് കൺവേർജ് ആവുന്നതാണ് ഫോറിയർ കൺവേർജൻസ് തിയറം പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ 0 to L ഇവിടെ നമുക്കൊരു പോയിന്റ് ഉണ്ടല്ലോ, L/2 എന്ന് പറഞ്ഞിട്ട്. ആ x ഈക്വൽ ടു L/2 നമ്മളുടെ ഫോറിയർ സീരീസ് എക്സ്പാൻഷനിൽ ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളുടെ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, സിൻസ് f ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു L/2, L/2 കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫംഗ്ഷൻ വാല്യൂ എന്താ വരിക? f of L/2 ഈക്വൽ ടു L ആണ് വരിക. കാരണം എന്താ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തായിരുന്നു? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇങ്ങനെ f of x ഈക്വൽ ടു 0 L മൈനസ് L ലെസ് ദാൻ x ലെസ് ദാൻ 0 0 ലെസ് ദാൻ x ലെസ് ദാൻ L അല്ലേ. 0 to L-ൻ്റെ ഇടയ്ക്ക് ഫംഗ്ഷൻ വാല്യൂ L ആണ്. അപ്പോൾ L/2 എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ്. സോ അതിന് ഫംഗ്ഷൻ വാല്യൂ എന്താ വരിക? L ആണ് വരിക. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഈ ഫോറിയർ സീരീസും
നമ്മൾ കൺവേർജൻസ് തിയറം അനുസരിച്ച് നമുക്ക് പറയാം എക്സ് ഈക്വൽ ടു L/2 ആവുമ്പോൾ നമ്മളുടെ ഫൊറിയർ സീരീസ് കൺവേർട്ട് ചെയ്യുന്നത് എഫ് ഓഫ് എക്സിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എൽ എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് എഫ് ഓഫ് L/2 കൺവേർട്ട് ചെയ്യുന്നത്. അതായത് നമ്മളുടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൊറിയർ സീരീസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ L/2 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. അപ്പം ഞാൻ ആ ഫൊറിയർ സീരീസും കൂടി ഇവിടെ എന്താണെന്ന് എഴുതാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൊറിയർ സീരീസ് ഇതായിരുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു L/2 plus 2L/pi sin pi x by L plus 1/3 sin 3 pi x by L plus etc. എന്ന് പോകും. ഇതാണ് നമുക്ക് കിട്ടിയ ഫൊറിയർ സീരീസ്. നമ്മൾ ഫൊറിയർ കൺവേർജൻസ് തിയറം പറയുന്നത് എക്സ് എന്ന് പറയുന്ന പോയിന്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ ഈ പോയിന്റ്സിലൊക്കെ നമ്മൾ എക്സിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ അത് എഫ് ഓഫ് എക്സ്, അപ്പം ഞാൻ എക്സ് ഈക്വൽ ടു L/2 എന്ന് പറയുന്ന പോയിന്റ് ഇതിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ L/2 കൊടുക്കുമ്പോൾ ആ വാല്യൂ ഇങ്ങോട്ട് തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, എഫ് ഓഫ് L/2 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഫൊറിയർ കൺവേർജൻസ് തിയറം പറയുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് L/2 കൊടുത്തു നോക്കാം എന്താ സംഭവിക്കുകയാണ്. L/2 പ്ലസ് 2L/pi, ഇവിടെ നമുക്ക് സൈൻ എക്സിന് L/2 കൊടുക്കാം. അപ്പോൾ എക്സിന് L/2 കൊടുക്കുമ്പോൾ സൈൻ pi L/2 divided by L plus 1/3 into sin 3 pi L/2 divided by L plus etc. എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഈ എല്ലും കൂടി ക്യാൻസൽ ചെയ്ത് പോയി π/2 ആവുമല്ലോ. നമുക്കിവിടെ എഴുതാം L/2 പ്ലസ് 2L/pi സൈൻ, ഇവിടെ ഇങ്ങനെ രണ്ട് സൈൻ π/2 വരും. L/2 എല്ലും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ സൈൻ π/2 വരും. പ്ലസ് 1/3 ഇൻറ്റു ഇവിടെയോ സൈൻ 3 π/2 വരും. അടുത്തതിൽ സൈൻ π/2 വരും. അങ്ങനെ പോകും. ഓക്കെ, ഇപ്പം നമുക്ക് L/2 പ്ലസ് നമുക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂസ് ഒന്നും കൂടി എഴുതി നോക്കാം. L/2 പ്ലസ് 2L/pi, ഇവിടെ സൈൻ π/2ൻ്റെ വാല്യൂ എന്താണ് 1 മൈനസ് 1/3 ഇൻറ്റു സൈൻ 3 π/2 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 1/5 ഇൻറ്റു സൈൻ 5 π/2 എന്ന് പറഞ്ഞാൽ 1 വരും. പ്ലസ് മൈനസ് അങ്ങനെ പറഞ്ഞു പോകും. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂസ് അറിയണം. നമുക്കിത് ചെയ്യണമെങ്കിൽ L/2 പ്ലസ് ഇവിടെ നമുക്ക് 2L/pi, നമുക്കൊന്ന് 1 മൈനസ് 1/3 പ്ലസ് 1/5 മൈനസ് 1/7 പ്ലസ് എക്സെട്ര എന്നാണ് പോയത്. ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതാക്കി നോക്കാം. അപ്പോൾ നമുക്കിവിടെ എന്താണ് എഫ് ഓഫ് L/2 ആയിരുന്നല്ലേ ഇപ്പുറത്തുണ്ടായിരുന്നത്, എഫ് ഓഫ് L/2. എഫ് ഓഫ് L/2 എന്താണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു L ആണ്. നമ്മൾ L മൈനസ് L/2 എന്നിട്ട് നമുക്കിതിനെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് L മൈനസ് L/2 ഇൻറ്റു π/2L എന്ന് വരും. ഈക്വൽ ടു 1 മൈനസ് 1/3 പ്ലസ് 1/5 മൈനസ് 1/7 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഇപ്പുറത്തേക്ക് എഴുതുന്നുണ്ട് L മൈനസ് L/2. ഓക്കെ, അപ്പം നമുക്കിതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. 2L മൈനസ് L ദാറ്റ് ഈസ് L/2 π/2L ഈക്വൽ ടു 1 മൈനസ് 1/3 പ്ലസ് 1/5 പ്ലസ് മൈനസ് എക്സെട്ര. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു എല്ലും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് π/4 ഈക്വൽ ടു 1 മൈനസ് 1/3 പ്ലസ് 1/5 പ്ലസ് മൈനസ് എക്സെട്ര എന്ന് പോകും. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന സീക്വൻസ് എന്നത്, സീരീസ് എന്നത്. അപ്പോൾ ഇതാണ്, അതായത് നമുക്കിപ്പോൾ ഡെഡ്യൂസ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പോയിന്റ് എടുക്കാം. മിക്കവാറും അതിൻ്റെ മിഡിൽ പോയിന്റ് എടുത്താൽ മതി. അതായത് ഏതെങ്കിലും ഒരു സെക്ഷൻ പീസ് വൈസ് കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. ഏതെങ്കിലും ഒരു പീസിൻ്റെ മിഡിൽ പോയിന്റ് എടുക്കാം. മിഡിൽ പോയിന്റ് എടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം അധികവും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആവാത്ത പോയിന്റ്സിലോ ആണ് നോക്കുക. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആവാത്ത പോയിന്റ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു L/2 കണ്ടിന്യൂസ് ആണ്. സോ നമ്മൾ ആ സീരീസിൽ നമ്മൾ എന്തെടുക്കാം, എക്സ് ഈക്വൽ ടു L/2 എന്ന് പറഞ്ഞ പോയിന്റ് കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് L/2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ L/2 എന്ന് പറയുന്ന ആ സീരീസിൽ കൊടുക്കുമ്പോൾ ആ സീരീസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് വരുന്നത് തന്നെ നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ സീരീസിലോട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി 2 പ്രോബ്ലം കൂടി ഉണ്ട്.
അടുത്ത വീഡിയോസിൽ പറയാം. താങ്ക് യു.